ഹായ് ഹലോ നമസ്കാരം, സുനോജ് കുര്യനാണ്. ബാംഗ്ലൂരിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ ഈ സൈഡിൽ നമ്മുടെ IPL ഒക്കെ നടക്കുന്ന ചിന്നസ്വാമി സ്റ്റേഡിയമാണ് എൻ്റെ ഈ സൈഡിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറയാണ് കബ്ബൻ പാർക്കും അതുപോലെ തന്നെ നമ്മുടെ കർണാടക നിയമസഭാ ബന്ധനമായ വിധാൻ സൗധയുമൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കബ്ബൻ പാർക്കും വിധാൻ സൗധയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മതിൽക്കെട്ടിനകത്താണ് ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. IPLൻ്റെ ബോർഡും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഗേറ്റ് നമ്പർ 6, ഹോം ഓഫ് ദ റോയൽ ചലഞ്ചേഴ്സ് പ്ലേ ബോൾ. ഈ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് സ്റ്റേഡിയത്തിനകത്തെ മാപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പോലീസുകാർ സെക്യൂരിറ്റികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗേറ്റ് നമ്പർ 4, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് നമ്മൾ എടുക്കുന്നത്. ഇതിന് ചുറ്റും ഇങ്ങനെ പോലീസുകാർ കാവലിരിക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മാച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അത് കാണുന്നതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഇത്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. ഒത്തിരി ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഗേറ്റ് നമ്പർ 2, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. പക്ഷേ കൗണ്ടർ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ആൾക്കാരെല്ലാം ഇങ്ങനെ ക്യൂ നിൽക്കുവാണ്. റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണുന്ന മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സാണ് കാണുന്നത് കേട്ടോ. മിലിറ്ററിയുടെ വണ്ടിയൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ബിൽഡിങ്ങാണ്. രാവിലെ സമയമായതുകൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അതേ റോഡിലൊക്കെ തിരക്കായി വരുന്നേ ഉള്ളൂ. എക്സ്ട്രാ മിസൈൽ എന്താണ് സംഭവം? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ തേജസ് എന്ന് പറയുന്ന ചെറിയൊരു യുദ്ധവിമാനം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിവിടെ നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേനും ഈ കബ്ബൻ പാർക്കിൻ്റെ ഏരിയയിലൂടെ വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ തേജസ് എന്ന് പറയുന്ന ഈ യുദ്ധവിമാനത്തെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ വിമാനത്തിൻ്റെ താഴെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാം. ഇതൊരു സിംഗിൾ സീറ്റ് സിംഗിൾ എഞ്ചിൻ ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ ടാക്ടിക്കൽ ഫൈറ്ററാണ്. ടെയിൽലെസ് കോൺഫിഗറേഷൻ വിത്ത് കോമ്പൗണ്ട് ഡെൽറ്റ വിങ് എന്നൊക്കെ. അത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. എക്സ്റ്റൻസീവ് യൂസ് ഓഫ് കോമ്പോസൈറ്റ്സ്, യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇൻ ദ ഏരിയ ഓഫ് ഫ്ലൈറ്റ് കൺട്രോൾസ് ആൻഡ് ഏവിയോണിക്സ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ചുമ്മാ ഒന്ന് വായിച്ച് നോക്കാം. പക്ഷേ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. സ്പാൻ 8.2 മീറ്റർ, ലെങ്ത് 13.2 മീറ്റർ, ടേക്ക് ഓഫ് വെയ്റ്റ് 13,300 കിലോഗ്രാം, ഫ്യൂവൽ കപ്പാസിറ്റി 5,297 ലിറ്റർ, മാക്സിമം സ്പീഡ് സൂപ്പർസോണിക് അറ്റ് ഓൾ ആൾട്ടിറ്റ്യൂഡ്സ്, സർവീസ് സീലിംഗ് 16 കിലോമീറ്റർ, റേറ്റ് ഓഫ് ക്ലൈംബ് 200 മീറ്റർ, ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് 960 മീറ്റർ, പിന്നെ റേഞ്ച് 3000 കിലോമീറ്റർ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കബ്ബൻ പാർക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കബ്ബൻ പാർക്കിനുള്ളിലൂടെ കയറി കുറച്ച് നടന്ന് കബ്ബൻ പാർക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ കബ്ബൻ പാർക്കിന് ഉള്ളിൽ കയറി. രാവിലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുവഴി എക്സർസൈസ് ചെയ്യാനൊക്കെ നടക്കുന്നുണ്ട്, എക്സർസൈസുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ പാർക്കിനുള്ളിലുണ്ട് കേട്ടോ. ഇതിങ്ങനെ വിശാലമായി നീണ്ടു കിടക്കുന്ന ഒരു വലിയൊരു ഏരിയയാണ്. ഇഷ്ടംപോലെ മരങ്ങളുമൊക്കെ ഉണ്ട് ഇതിനകത്തുണ്ട്. നമുക്ക് എന്താ പറയേണ്ട, വന്ന് എക്സർസൈസ് ചെയ്യാനും അല്ല കുറച്ച് നേരം ഇച്ചിരി പീസ് ഓഫ് മൈൻഡോട് കൂടിയൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഏതാണ്ട് ഈ മരത്തെ നിറയെ ഇഷ്ടംപോലെ അണ്ണാനിരിപ്പുണ്ട് കേട്ടോ. കുറേ അണ്ണാനിരിപ്പുണ്ട്. അണ്ണാൻ ഫാമിലി. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരൊക്കെ ഈ അവരവിടെ പെറ്റ് ഡോഗിനെയൊക്കെ ആയിട്ട് നടക്കാനും എക്സർസൈസിനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ. അത് കൂടാണ്ട് തന്നെ കുറേ തെരുവ് നായ്ക്കളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാം കേട്ടോ. രാവിലെ തന്നെ എല്ലാവരും ഫാമിലിയായിട്ടും ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ ഒത്തിരി ആൾക്കാർ ഇതിനകത്തൂടെ എക്സർസൈസ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇതിനുള്ളിലുള്ള ഓരോ മരത്തിനും ഇങ്ങനെ നമ്പരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ നഗരത്തിരക്കിനിടയിലും ഇത്രയും വലിയ ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ മരമൊക്കെ വെച്ച് വലിയൊരു പാർക്കാക്കി ഉണ്ടാക്കിയിട്ടേക്കുന്നത് വളരെ ഒരു നല്ല കാര്യമാണല്ലേ. അതുപോലെ തന്നെ നഗരം വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവർ ഈ കബ്ബൻ പാർക്കിലൊന്നും തൊട്ടിട്ടില്ല. അവരൊക്കെ ആ കബ്ബൻ പാർക്ക് അതേപടി സംരക്ഷിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വളരെ നല്ലൊരു കാര്യമാണ്. ഇഷ്ടംപോലെ മരങ്ങൾ, എന്തുമാത്രം മരങ്ങളാണ് ഇവിടെ ഇവർ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. കുറേയധികം പക്ഷികളും അണ്ണാനും ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. പരുന്തും ഒക്കെ ഉണ്ട് ഇതിനകത്തൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാം. അപ്പം നമ്മളിപ്പോൾ ഈ പാർക്കിൻ്റെ നടുക്കൂടെ തന്നെയുള്ള നടപ്പാതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ വരുന്നവർ ഈ മരത്തിലൊന്നും കയറരുതെന്നൊക്കെ
ഈ മരത്തേരൊന്നും വലിഞ്ഞ് കയറരുത് എന്നൊക്കെ ഇവിടെ അവർ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, തെരുവ് നായ്ക്കളും ഇഷ്ടംപോലെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർ വളർത്തുന്ന പെറ്റ് ഡോഗ്സിനെയൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നത് കൂടെ നടത്തിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇഷ്ടംപോലെ തെരുവ് നായ്ക്കളും ഇതിനുള്ളിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കിളികളുണ്ട് കേട്ടോ. രാവിലെ നമുക്ക് നല്ല കിളിനാദമൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ തത്തകൾ വേണ്ട, ഒരു 2 തത്തയും പ്രാവും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ. ഇവർക്ക് മനുഷ്യരെയൊന്നും ഒരു പേടിയില്ലാതെ ഇവരിവിടെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ എപ്പോഴും ഇങ്ങനെ ഇഷ്ടംപോലെ തത്തകൾ വരുന്നുണ്ട്. ഇവർക്ക് ഇവിടെ ആൾക്കാർ വന്ന് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർ വന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. മനുഷ്യരെ പേടിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നതുണ്ടോ. എന്തായാലും അത് വളരെ നല്ലൊരു കാഴ്ചയായിരുന്നുണ്ടോ. സാധാരണ തത്തകളെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനുഷ്യരുടെ വെട്ടം കാണുമ്പോഴേ പറന്നു പോകുന്ന സാധനമാണ്. ഇത്രയും അടുത്ത് വന്നിരുന്ന് അതുങ്ങൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അണ്ണാൻ കുഞ്ഞ് ഓടി നടക്കുന്നുണ്ടോ. മനുഷ്യരെ കണ്ടാലും അവർ അത്ര ഒരു പേടിയോടുകൂടി അല്ല പോകുന്നത്. ഈ ഗബ്ബൻ പാർക്കിനോട് ചേർന്ന് തന്നെയാണ് കർണാടകയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ചുവന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് കർണാടക ഹൈക്കോടതിയാണ്. നമുക്ക് അതിനകത്തോട്ടുള്ള ഗേറ്റ് ക്ലോസ് ആണ്, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ കർണാടക ഹൈക്കോടതിയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു ഹൈക്കോർട്ടാണിത്. അത് ഗബ്ബൻ പാർക്കിനോട് ചേർന്ന് അവരിത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാവേ. ലെവിൻ ബെന്താം ബൗറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കമ്മീഷണറാണ് ഈ ഒരു കർണാടക ഹൈക്കോടതി നിർമ്മിച്ചത് കേട്ടോ. 1864 കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. 1868 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായത്. ഏകദേശം 4 വർഷം എടുത്തു ഈ കർണാടക ഹൈക്കോടതിയുടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. 1868 ഈ ഒരു കർണാടക ഹൈക്കോടതിയുടെ കൺസ്ട്രക്ഷൻ പൂർത്തിയായതിനു ശേഷം ടിപ്പു സുൽത്താൻ്റെ പാലസിൽ നിന്നും ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ ആൾക്കാരെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ. അപ്പം 1860 ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഈ ഒരു ഹൈക്കോർട്ട് നിർമ്മിച്ചത്. ഇതാണ് നമ്മുടെ ഗബ്ബൻ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് നേരെ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ ലാസ്റ്റ് കാണുന്നത് കർണാടക ഹൈക്കോടതിയാണ് കേട്ടോ. ഈ പാർക്കിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് കുതിരപ്പുറത്ത് പോകുന്ന ഒരു ബ്രിട്ടീഷ് കമ്മീഷണറുടെ പ്രതിമയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മാർക്ക് ഗബ്ബൻ എന്നു പേരുള്ള ഒരു ബ്രിട്ടീഷ് കമ്മീഷണറായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. അവിടെ മീനിൻ്റെ വായ്ക്കകത്തോട്ട് ഒരു അണ്ണാൻ കയറി പോകുന്നുണ്ടോ. മീനിൻ്റെ വായ്ക്കകത്തുനിന്ന് അവനിറങ്ങി ഇങ്ങനെ തലയിട്ട് നിൽക്കുന്നു. എന്തുമാത്രം കിളികളുടെ സൗണ്ടാണെന്ന് നോക്കിയാൽ, കിളികളുടെ കളകളനാദം. ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗത്ത് 300 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഗബ്ബൻ പാർക്കിനെ ബാംഗ്ലൂരിൻ്റെ ശ്വാസകോശം എന്ന് ഒരു സംശയവും കൂടാതെ വിളിക്കാം. കാരണം ഈ പാർക്കിൽ 6000-ഓളം മരങ്ങളും കുറ്റിച്ചെടികളുമൊക്കെ ഉണ്ട്. ശ്രീ ചാമരാജേന്ദ്ര പാർക്ക് എന്നുകൂടി പേരുള്ള ഗബ്ബൻ പാർക്ക് 1870 മൈസൂർ സംസ്ഥാനത്തിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന റിച്ചാർഡ് സാൻകി നിർമ്മിച്ചപ്പോൾ 100 ഏക്കറായിരുന്നു വിസ്തൃതി. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂർ നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ 1979 കർണാടക സർക്കാർ പാസാക്കിയ പ്രിസർവേഷൻ ആക്ട് എന്ന ഒരു പ്രത്യേക നിയമം ഉപയോഗിച്ചാണ് ഈ പാർക്കിനെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. യോഗയും വ്യായാമവുമൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രധാന കേന്ദ്രമായ ഗബ്ബൻ പാർക്കിൻ്റെ സന്ദർശന സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. പ്രഭാത സവാരിക്കാരെ സഹായിക്കുന്നതിനായി രാവിലെ 5 മണി മുതൽ 8 മണി വരെ പാർക്കിനുള്ളിൽ സൈക്കിളുകൾക്ക് നിരോധനമുണ്ട്. അതുപോലെ എല്ലാ തിങ്കളാഴ്ചകളിലും മാസത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ചകളിലും പാർക്ക് അടവായിരിക്കും. പലതരത്തിലുള്ള പക്ഷികളുടെയും അണ്ണാറക്കണ്ണന്മാരുടെയും ഒക്കെ കളകള ശബ്ദവും ആസ്വദിച്ച് ഈ പാർക്കിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എത്ര പ്രശ്നകലുഷിതമായ മനസ്സാണെങ്കിലും ഒരു ആശ്വാസം ലഭിക്കും. അങ്ങനെ നമ്മൾ ഗബ്ബൻ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതിയെ തിരിച്ച് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടുന്ന് നമുക്ക് നേരെ രാജ്ഭവൻ കാണാൻ വേണ്ടിയിട്ട് പതിയെ നടക്കാം കേട്ടോ. രാജ്ഭവൻ്റെ ഭാഗത്തോട്ട് നടക്കാം. ഈ കാണുന്നതാണ് ഗബ്ബൻ പാർക്ക് മെട്രോ സ്റ്റേഷൻ. ധാരാളം ആൾക്കാർ മെട്രോ സ്റ്റേഷനിലേക്ക് കയറി പോകുന്നത് നമുക്ക് കാണാം. അവരുടെ ബാഗേജുകളൊക്കെ സ്ക്രീനിങ് ഒക്കെ ചെയ്തിട്ടാണ് താഴോട്ട് പോകുന്നത്. ഇത് ഗബ്ബൻ പാർക്കിൻ്റെ ഒരു എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ് ഈ മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ് ഇത്. നമ്മളങ്ങനെ ഗബ്ബൻ പാർക്കിൽ നിന്നും ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ നേരെ രാജ്ഭവൻ കാണാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, റോഡിൽ
ഇപ്പോൾ റോഡിൽ നല്ല തിരക്കായി, സമയം ഏകദേശം 8:30 ആയി. അപ്പം റോഡിൽ നല്ല തിരക്കായി, എല്ലാവരും ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരുടെ വാഹനങ്ങളൊക്കെ റോഡ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹോൺ അടിക്കുന്ന സൗണ്ട്, വണ്ടികളുടെ സൗണ്ട് വന്നു കംപ്ലീറ്റ്. ബാംഗ്ലൂരിലെ ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. എന്നാൽ വലിയൊരു കെട്ടിടമാണെന്ന് നോക്കിയാൽ, ബാംഗ്ലൂരിൻ്റെ ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ കെട്ടിടം കണ്ടോ, എന്നാ വലിയ കെട്ടിടമാണെന്ന് നോക്കിയേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരിക്കുന്നതും വളരെ വലിയ ഒരു കെട്ടിടത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ്. ഈ ബാംഗ്ലൂരിലെ മെയിൻ പോസ്റ്റ് ഓഫീസ് 24 മണിക്കൂറും എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസാണിത്. നമ്മളിപ്പോൾ തിമ്മയ്യ സർക്കിൾ എന്ന് പറഞ്ഞ ഒരു സർക്കിളിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേനാണ് നമ്മുടെ രാഷ്ട്രപതി ഭവനുള്ളത്. ട്രാഫിക് ലൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി എന്ന് മാത്രം വണ്ടിയാണ് പോകുന്നത് നോക്കി. നമ്മൾ രാജ്ഭവൻ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് നമ്മൾ കണ്ടത് ഓൾ ഇന്ത്യ റേഡിയോയുടെ ബാംഗ്ലൂർ ഓഫീസ് കണ്ടത് കേട്ടോ. ഇത് ഈ കാണുന്നതാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ബാംഗ്ലൂർ ഓഫീസ്. പ്രസാർ ഭാരതി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ബാംഗ്ലൂർ ഓഫീസ്. ആൽമരത്തിൻ്റെ വള്ളികളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടോ. അപ്പം അങ്ങനെ നമ്മൾ രാജ്ഭവൻ റോഡിലൂടെ നടന്ന് രാജ്ഭവനിലെത്തി കേട്ടോ. നമ്മളിത് ഈ കാണുന്നതാണ് കർണാടകയുടെ രാഷ്ട്രപതി ഭവൻ, കർണാടക രാജ്ഭവൻ. എൻ്റെ ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് കർണാടക രാജ്ഭവൻ കേട്ടോ. അതിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, അവിടെയെല്ലാം അടച്ചിട്ടേക്കുവാണ്, ബാരിക്കേഡുകളും എല്ലാം വെച്ചേക്കുവാണ്. അതിൻ്റെ ഫ്രണ്ടിലൊരു പീരങ്കിയുടെയൊക്കെ ഒരു മാതൃക വെച്ചതുണ്ട് കേട്ടോ. ഈ കാണുന്നതുണ്ടോ, ഈ വലിയ ടാങ്കൊക്കെ നിൽക്കുന്ന ഈ ഒരു ഏരിയ കണ്ടോ, ജവഹർലാൽ നെഹ്റു പ്ലാന്റേറിയം എന്ന് പറയുന്ന ഒരു പാർക്കാണ് അത് കേട്ടോ. പക്ഷേ അതിന് തിരിച്ചേക്കാണ് എനിക്ക് അതിനുള്ളിലോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ രാഷ്ട്രപതി ഭവൻ കണ്ടതിന് ശേഷം ഡോക്ടർ അംബേദ്കർ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം വിധാൻ സൗധ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് കർണാടകയുടെ നിയമസഭാ മന്ദിരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ വിധാൻ സൗധയിലിട്ട് പോകാം. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് നടന്നെത്താം എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നത് നമ്മുടെ ഗബൻ പാർക്കിൻ്റെ വേറൊരു എൻട്രൻസ് ആണ്. ഇതുകൊണ്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് നോക്കി. എന്നാൽ ജനത്തിരക്കാന്ന് നോക്കി. സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരും അതുപോലെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നത്. ഡോക്ടർ അംബേദ്കർ റോഡിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ കാണുന്നതാണ് കർണാടകയുടെ നിയമസഭാ മന്ദിരം. വിധാൻ സൗധ് എന്നാണ് ഇതിൻ്റെ പേര്. ഡോക്ടർ അംബേദ്കറുടെ ഒരു പ്രതിമയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ്, ദ്രാവിഡിയൻ, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യകൾ സമ്മിശ്രമാക്കി നിർമ്മിച്ചിരിക്കുന്ന വിധാൻ സൗധ ബാംഗ്ലൂർ നഗരമധ്യത്തിൽ ഏകദേശം 60 ഏക്കറോളം സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ സംസ്ഥാനത്തിന്റെ 2ാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെങ്കല ഹനുമന്തയ്യയാണ് വിധാൻ സൗധയുടെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത്. BI മാണിക്യം എന്ന ആർക്കിടെക്റ്റാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1951 ജൂലൈ 13 വിധാൻ സൗധയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടു.
1951 ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം 1000-ലധികം വരുന്ന ശില്പിമാരുടെയും 5000-ഓളം വരുന്ന തടവ് പുള്ളികളായ തൊഴിലാളികളുടെയും ശ്രമഫലമായി 1956 പൂർത്തീകരിച്ചു. ഏകദേശം 1.25 കോടിയോളം രൂപയാണ് വിധാൻസൗധയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചിലവാക്കിയത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ തടവ് പുള്ളികൾക്കെല്ലാം നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ജയിൽ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ചു. ഏകദേശം 54 മീറ്റർ ഉയരമുള്ള വിധാൻസൗധയിൽ 172 മുറികളും 268 അംഗങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി ചേംബറും 88 അംഗങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചേംബറുമാണ് ഉള്ളത്. ഗവൺമെൻറ്റിൻ്റെ ജോലി ദൈവത്തിൻ്റെ ജോലി എന്നാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. ഗവൺമെൻറ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക് എന്നാണ് ഈ വിധാൻസൗധയുടെ ഫ്രണ്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. വിധാൻസൗധയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ജ്യൂസ് ഫ്രൂട്ട്സ് ഷോപ്പുകളൊക്കെ നമുക്ക് കാണാം. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ വിധാൻസൗധയുടെ ഓപ്പോസിറ്റ് കാണുന്ന ഈ പാർക്ക് നമ്മുടെ കബ്ബൻ പാർക്കിൻ്റെ ഏരിയ ആണ്. അതൊക്കെ ഇതുവഴി ഇങ്ങനെ നടക്കുമ്പം തെരുവോര കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂളിംഗ് ഗ്ലാസ്സുകളും അതുപോലെ മൊബൈൽ കവറുകളും മൊബൈലിൻ്റെ അക്സസറീസും ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ നമുക്കിവിടെ കാണാം. ലേഡീസ് സ്റ്റോറുണ്ട്, മാല, വള, കമ്മൽ, കൂളിംഗ് ഗ്ലാസ്, ബുക്കുകളൊക്കെ വിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഷോപ്പുകളൊക്കെ നമുക്കിവിടെ ഇഷ്ടംപോലെ കാണുവാൻ സാധിക്കും. ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴും ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചായക്കടയും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. കർണാടക ലോകായുക്തയുടെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് കർണാടക ലോകായുക്തയുടെ ഓഫീസ്. നമ്മളിപ്പം ഇതുവഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വിധാൻസൗധയോട് ചേർന്ന് തന്നെയാണ് ഈ കർണാടക ലോകായുക്തയുടെ ഓഫീസും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ടിൽ കാണുന്നത് വിധാൻസൗധ മെട്രോ സ്റ്റേഷനാണ്. നിയമസഭാ മന്ദിരത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ മെട്രോയിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറുവാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ കബ്ബൻ പാർക്ക്, രാജ്ഭവൻ, വിധാൻസൗധ മുതലായ സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് പതിയെ റൂമിലോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്, നടന്ന് മടുക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ വീണ്ടും കാണാവേ. ബൈ.